ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ നമ്മളൊരു 3 ഒക്കെ ആയി കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ മിച്ചിനോട് നമ്മൾ ടാറ്റ പോകാന്നൊക്കെ പറയുവാണെങ്കിൽ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് റെഡിയായി എന്ന് വന്നോളും. അപ്പോൾ ടാറ്റ ഉമ്മയൊക്കെ തരുന്നുണ്ട്. അവന് പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കയറി കയറുവാണെങ്കിൽ പിന്നെ ഭയങ്കര കാര്യമാണ്. പറയുന്നതൊക്കെ അനുസരിച്ച് അവിടെ ഇരുന്നോളൂ. ഭയങ്കര ഡാൻസ് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് അവൻ കിടന്ന് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബീച്ചിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ എവിടെയാണെന്ന്. ഇല്ലാത്തവർക്ക് ഞാൻ പറയാം, നമ്മളിപ്പോൾ പോകുന്നത് കുഴുപ്പള്ളി ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റിലയിലാണ്. വൈറ്റിലയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരിക്കും കേട്ടോ. അത്രയും ടൈമാണ് ഉള്ളത് കുഴുപ്പള്ളി ബീച്ചിലേക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുഴുപ്പള്ളി ബീച്ചിൽ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ 4 കെട്ടും ഇങ്ങനെ വെള്ളം കിടക്കുവാണ്. അപ്പോൾ ഞാൻ പേടിച്ചു, പടച്ചോനെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നു, നമ്മൾ റോഡിലൊക്കെ കയറി കിടന്ന് നമുക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ. കാരണം ഒരു ഇഞ്ച് കൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ വെള്ളം കയറുന്നത്. റോഡിലൊക്കെ ഓൾമോസ്റ്റ് കുറച്ച് വെള്ളമുണ്ട്. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ പേടിയായി പോയിട്ട് വെള്ളം കയറും. പിന്നെ വിളിച്ച് ചോദിക്കുകയാണ്, കുറച്ച് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ വെള്ളം കയറത്തില്ല എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇത്രയും വെള്ളക്കെട്ട് ഇങ്ങനെ 4 സൈഡിൽ കൂടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ബേബി ശരിക്കും പറഞ്ഞാൽ നേരത്തെ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കുഴിപ്പള്ളി ബീച്ചിൽ വൺ ടൈം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നിട്ടില്ല. ഞാൻ അടുത്തുള്ള ഫാൽക്കൺ ബീച്ചൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഈവനിങ് ടൈം ഇതുവഴിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓടി 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 ലാസ്റ്റ് നമ്മൾ കുഴിപ്പള്ളി ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിന് കുറച്ച് ഒക്കോരം ഓടേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ബീച്ചിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ പേജ്. മെയിനായിട്ട് നമ്മളിവിടെ വന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ വീഡിയോസിൽ റീൽസിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആകുന്നുണ്ട് ഈ ഒരു ബ്രിഡ്ജ്. അപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കൂടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിങ്, ക്യാമൽ റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമലൊക്കെ ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള പ്രൈസ് വന്നിട്ട് പെർ പേഴ്സൺ 120 റുപ്പീസാണ്. കൊച്ചു പിള്ളേർക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ബിലോ 10 ഇയേഴ്സ് ആണെങ്കിൽ അലൗഡ് അല്ല. 10 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ കയറുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ബേബിയും കൂടെയാണ് കേട്ടോ കയറുന്നത്. അപ്പം അവർ നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട്. എന്നെ അവർ ഇട്ട് തന്നു കേട്ടോ. ബെൽറ്റൊക്കെ ഇട്ട് തന്നു. അങ്ങനെ ബേബിക്കും കൊടുത്തു. ബേബിക്കും അങ്ങനെ ഇട്ട്. എനിക്ക് കുറച്ച് പേടിയുണ്ട് പോകാനായിട്ട്. എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ കേറി കേട്ടോ. നമ്മൾ നടന്ന് ലാസ്റ്റ് ഇവിടെ എൻഡിലെത്തിട്ടോ. ഭയങ്കര കാറ്റുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കേറി കഴിഞ്ഞപ്പോഴത്തേക്കും തല കറങ്ങാൻ വേണ്ടി തുടങ്ങി. എനിക്കിങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മളിങ്ങനെ വട്ടം ചുറ്റത്തില്ലേ, അങ്ങനെയൊക്കെ ചുറ്റി കഴിയുമ്പോൾ തലവേദന എടുക്കും. തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി. ഞാനിങ്ങനെ ഒരു രക്ഷയില്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിട്ടാണ് നിന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും നമ്മൾ സെൻറ്ററിൽ കൂടെ നടക്കുക. നമ്മൾ ബാലൻസ് ചെയ്ത് സെൻറ്ററിൽ കൂടെ നടക്കണം എന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ ഞാനും ബാലൻസ് ചെയ്ത് സെൻറ്ററിൽ കൂടെയാണ് കേട്ടോ നടന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ടിങ് ടിങ്. ആരൊന്നും പേടിക്കണ്ട, ഓടിക്കോ. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിച്ചുവിനായിട്ട് കുറച്ച് നേരം ബീച്ച് ഇറങ്ങി കേട്ടോ. അമ്മ അവനെയും കൊണ്ട് ഇറങ്ങത്തില്ല, ഭയങ്കര പേടിയായിട്ട്. അപ്പോൾ വേവ് വന്നിട്ടാണ് ഞങ്ങൾ വന്നിട്ട് അവനെ ബീച്ചിലേക്ക് ഇറക്കി. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രണ്ടിലേക്ക് അവൻ പൊക്കോണ്ടിരിക്കുക. തിരമല വരുന്നോടും ഡാഡാ ബാന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ കുറച്ച് നേരം അവനായിട്ട് കളിച്ചു. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാനും അമ്മയും ഇവിടെ നിന്നുള്ളൂ. അമ്മയ്ക്ക് പക്ഷേ ഭയങ്കര പേടിയാണ്. അവനെ മതി മതി കൊണ്ടുപോവാ, തിരിച്ചു കൊണ്ടുപോവാ, മതി മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞാൻ കാലൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ച് കുറച്ച് അങ്ങനെ നിന്നു. അത്രേ ഉള്ളൂ. പക്ഷേ ജീൻസൊക്കെ നല്ലതായിട്ട് നനഞ്ഞു കേട്ടോ. അത് കുറച്ച് ഏറെ നനഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ഹോഴ്സ് റൈഡിങ് ആട്ടോ. അപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനും മിച്ചുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവർ കുറച്ച് ദൂരം ഇങ്ങനെ നടത്തിക്കാൻ കൊണ്ടുപോകും. ഒരു 5 മിനിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് ഇല്ല. ഒരു 3-4 മിനിറ്റൊക്കെ കാണുള്ളൂ. അവിടെ വരെ പോവും, നടക്കും, കൊണ്ടുവരും. അത്രേ ഉള്ളൂ. വേഗം കയറുന്നതുകൊണ്ട് ചോദിച്ചപ്പോൾ വേഗം കയറുന്നില്ല എന്ന് പറയും. അപ്പം ഞാനും മിച്ചും കയറി. അപ്പോൾ അതാണ് ഇന്നത്തെ സൺഡേ വ്ളോഗ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.